ഇന്നലെ രാത്രി നല്ല സീനായിരുന്നു. അധികം നമുക്കൊന്നും ഉറങ്ങാൻ പറ്റിയില്ല. ഭയങ്കര തണുപ്പുണ്ടായിരുന്നു. സ്ലീപ്പിംഗ് ബാഗൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ടെൻറ്റ് 2% ടെൻറ്റ് സംതിങ് ആണ്. അതിലാണ് നമ്മൾ 3 പേര് കിടന്നത്. പിന്നെ ഒരു മഞ്ഞിൻ്റെ ബുദ്ധിമുട്ട്, തണുപ്പ് എന്നാലും കയറുന്നുണ്ടായിരുന്നു. സോ അങ്ങനെ ഡിസ്റ്റർബൻസ് ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും കുറച്ച് എവിടെയൊക്കെ ഉറങ്ങി. ഇന്നിപ്പോൾ രാവിലെ എണ്ണീറ്റു. ഇപ്പോൾ 8 കഴിഞ്ഞ് സംതിങ്. അപ്പോൾ ഒന്ന് കട്ടൻ ചായ കിട്ടി, അത് കുടിച്ചു. ഇനിയിപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേന് ഫുഡ് തരും. അതിന് ശേഷമായിരിക്കും നമ്മൾ നെക്സ്റ്റ് ട്രെക്കിംഗ് തുടങ്ങുന്നത്. അപ്പോൾ ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇവിടുത്തെ ബാത്റൂം സെറ്റപ്പ് കാണിച്ചു തരാം. എങ്ങനെയാണ് ഇവിടെ വന്ന് നിങ്ങൾക്ക് ടോയ്ലറ്റിലൊക്കെ പോകാൻ തോന്നുവാണെങ്കിൽ എന്ത് ചെയ്യും എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഇവിടെ ടോയ്ലറ്റ് ഉണ്ട്, പക്ഷെ നമ്മുടെ വലിയ സെറ്റപ്പിലുള്ള ടോയ്ലറ്റൊന്നുമില്ല. എന്താണെന്നുള്ളത് കാണിക്കാം. ഓക്കെ, സോ എല്ലാവരും എഴുന്നേറ്റിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്, ചടപ്പിലിരിക്കുകയാണ്, തണുപ്പും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ടോയ്ലറ്റ് കാണിച്ചു തരാം. ഓക്കെ, സോ ഇതുമാണ് നമ്മളുടെ ബാത്റൂംസ്. ആൻഡ് അതിൻ്റെ ബാത്റൂമിലോട്ട് നമ്മൾ മഞ്ഞിൽ കൂടെ വേണം ചവിട്ടി നടന്നു പോകാൻ. ഓക്കെ, അപ്പോൾ ഇതാണ് ബാത്റൂം സെറ്റപ്പ്. ഇതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് വെച്ചാൽ ഒന്നുമില്ല, 2 പലക ഇങ്ങനെ വെച്ചിട്ടുണ്ട്, നടുക്കൊരു കുഴിയുണ്ട്. അതാണ് ബാത്റൂം. ഓക്കെ, അതിലിരിക്കണം. അതിന് ശേഷം സാധിച്ചു കഴിയുമ്പം അവിടെ ഒരു പൊടി കാണും, അതെടുത്ത് അതിൻ്റെ മുകളിലോട്ട് ഇടുക, ബാക്കിയുള്ളവർ കാണാതിരിക്കാൻ. ഇതാണ് സെറ്റപ്പ്. ഓക്കെ, യെസ്. അപ്പോൾ കണ്ടതാണ് ബാത്റൂമിൻ്റെ അവസ്ഥ. അപ്പം നമ്മൾ അമേരിക്കൻ സ്റ്റൈലാണ് യൂസ് ചെയ്യുന്നത്, ഉള്ളിൽ ടിഷ്യൂസ്. കാരണം വെള്ളമൊക്കെ യൂസ് ചെയ്താൽ ഇവിടെ ഐസാണ്. വെള്ളം യൂസ് ചെയ്താൽ നമ്മുടെ ബോഡിയൊക്കെ മരവിച്ച് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ വെറ്റ് വൈപ്സും ടിഷ്യൂസും ടോയ്ലറ്റ് ടിഷ്യൂസും ഒക്കെ യൂസ് ചെയ്തിട്ടാണ് ബാത്റൂമിലൊക്കെ പോവുക. അപ്പോൾ അതാണ് അവസ്ഥ. അത്രയൊക്കെ ഉള്ളൂ. നമുക്ക് ഇത്രയും ഫീറ്റ്, ഇത്രയും ഹൈറ്റിൻ്റെ മുകളിലല്ലാതെ വേറെ വലിയ സെറ്റപ്പൊന്നും പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ലല്ലോ. ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ ഇതാണ് നമ്മുടെ ടെൻറ്റിൻ്റെ അവസ്ഥ കേട്ടോ. ഇതാണ് ടെൻറ്റ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇതാണ് ടെൻറ്റ്. ഇത്രയേ ഉള്ളൂ. ഇതിലാണ് 3 പേര് കിടക്കുക. ഇത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ജുഡാക്ക തലാബിൽ നിന്നും ബാഗെല്ലാം പാക്ക് ചെയ്ത് ഞങ്ങളൊരു 9 ഒക്കെ ആയപ്പോഴത്തേനും ട്രെക്കിംഗ് സ്റ്റാർട്ട് ചെയ്തു. ഇനിയിപ്പം നേരെ നമ്മൾ ലക്ഷ്യം വെക്കുന്നത് കേദാർകാന്ത ബേസ് ക്യാമ്പാണ്. അപ്പോൾ അതാ ഞങ്ങളെല്ലാവരും കൂടെ ട്രെക്കിങ് സ്റ്റാർട്ട് ചെയ്യാണ്. വാ, നമ്മളിപ്പോൾ ബേസ് ക്യാമ്പിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. 3 കിലോമീറ്റേഴ്സ് ആണുള്ളത്. 500 മീറ്റേഴ്സ് കവർ ചെയ്ത്. ഇവിടാണ് ജുഡാക്ക ലേക്ക് വരുന്നത്. അപ്പോൾ ആ ലേക്ക് കാണാൻ വേണ്ടി ഇവിടെ ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്യും. കുറച്ച് ടയറിങ് ആണ്. കട്ടി ഐസ്, നല്ല ഹാർഡ് ഐസിൽ കൂടാണ് നമ്മളിപ്പോൾ ചവിട്ടി വരുന്നത്. അതുകൊണ്ട് നമുക്ക് ഗ്രിപ്പ് തന്നു, ഗ്രിപ്പ് ഇട്ടിട്ടുണ്ട്. സോ ദാറ്റ് നമ്മൾ സ്ലിപ്പ് ആയി പോകത്തില്ല. വളരെ സ്ലോലി ഈ ഒരു 3 to 4 കിലോമീറ്റേഴ്സ് ആണ് ഇന്ന് കവർ ചെയ്യാനുള്ളത്. അതുകൊണ്ട് ഇഷ്ടംപോലെ ടൈമുണ്ട്. പതുക്കെയാണ് നമ്മൾ കയറിക്കൊണ്ടിരിക്കുന്നത്. ഫുൾ മഞ്ഞിൽ കൂടാണ് നടക്കുന്നത്. ഓക്കെ, സോ നമ്മൾ ജുഡ ലേക്കിലേക്ക് പോകാൻ കേട്ടോ. അതാണ് ഫ്രീസിങ് ലേക്ക്. ഓ മൈ ഗോഡ്, വാ, അടുത്തോട്ട് പോവാം. ഇതുവഴി നടന്ന് ലെറ്റ്സ് ഗോ. ജീവിതത്തിൽ പല ലേക്ക് കണ്ടിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് തണുത്തുറച്ച് കിടക്കുന്ന ഒരു ലേക്ക് കാണുന്നത്. അതെ, ഫ്രീസിങ് ലേക്ക്. ഫ്രീസ്ഡായിട്ട് കിടക്കുന്ന ഒരു ലേക്കിൻ്റെ മുകളിൽ കൂടെ നടക്കുന്നതും ഇതാദ്യമായിട്ടായിരുന്നു. ഫ്രീസിങ് ലേക്കിൽ കൂടെ നടന്നു. ഓ മാൻ, ഇതാണ് ജുഡ ലേക്ക്. അവിടെയൊക്കെ കുറച്ച് ലിക്വിഡായിട്ട് കാണുന്നുണ്ട് അങ്ങേ അറ്റത്ത്. എന്നാലും മുകളിലത്തെ ലെയർ ഐസ് തന്നെയാണ്. കിടിലൻ.
നമ്മൾ ഒറ്റ സ്ട്രെച്ച് അല്ലായിരുന്നു ട്രെക്ക് ചെയ്യുന്നത്. ഇടയ്ക്കിടയ്ക്ക് വീണ്ടും ടീ പോയിന്റ്, ബ്രേക്ക് പോയിന്റ് ഒക്കെ വരുമ്പോഴത്തേനും നമ്മൾ അവിടെ ഇരുന്ന് ഒരു ചായയൊക്കെ കുടിച്ചതിന് ശേഷമാണ് നമ്മളിങ്ങനെ ട്രെക്കിംഗ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇനി 1.5 കിലോമീറ്റേഴ്സ് കൂടെ ഉണ്ട് ഇന്നത്തെ നമ്മുടെ ബേസ് ക്യാമ്പ് വരെ. ഇതാ നമ്മുടെ ടീമാണ് നിൽക്കുന്നത്. ഫുള്ള് സ്റ്റീപ്പ് കയറ്റമാണ്, ഫുൾ മഞ്ഞിൽ കൂടെ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ബ്രേക്ക് ടൈം സ്റ്റെപ്സ് എടുക്കും, ബ്രേക്ക് എടുക്കും, അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കുഴപ്പമില്ല, ഐ ഫീൽ ഫൈൻ. ഇപ്പോൾ ഒരു യൂസ് ടു ആയിക്കൊണ്ടിരിക്കുന്നു. യെസ്, എൻ്റെ ഇല്ലേ ഈ കൈ ഫുള്ള് വീങ്ങി, കണ്ടോ, ചുമന്ന് തടിച്ചു. കാരണം ഫോൺ യൂസ് ചെയ്യുന്നതുകൊണ്ട് ഞാൻ ഒരു കയ്യിൽ ഗ്ലൗസ് ഇട്ടിട്ടുള്ളൂ. അങ്ങനെ സീനുണ്ട്. അങ്ങനെ അതാ നമ്മൾ ഇന്നത്തെ ലക്ഷ്യമായിട്ടുള്ള കേദാർകാന്ത ബേസ് ക്യാമ്പിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനി കുറച്ച് ചുവടുകളിലൂടെ വെച്ചാൽ നമ്മളുടെ ക്യാമ്പിലേക്ക് എത്തും. ഇന്നത്തെ ട്രക്കിംഗ് വാസ് ഫൈൻ. അത്ര ഒരു ഹെക്ടിക് ട്രക്കൊന്നും ആയിരുന്നില്ല എന്നാണ് എൻ്റെ ഒരു നിഗമനം. എനിക്കത് ഈസി ആയിട്ട് ഫീൽ ചെയ്തു ഇന്നത്തെ ട്രക്ക്. ഫൈനലി നമ്മൾ കേദാർകാന്ത ബേസ് ക്യാമ്പിലെത്തി. ഇവിടെ നിന്ന് ഇനിയിപ്പം വെളുപ്പിനെയാണ് നമ്മൾ കേദാർകാന്ത ടോപ്പിലേക്ക് പോകുന്നത്. ആ കാണുന്ന വലിയ മല കയറിയാൽ നമ്മൾ സബ്മിറ്റ് റീച്ച് ആവും. എൻ്റെ അമ്മ 12:40 കേട്ടോ. ശരിക്കും പറഞ്ഞാൽ പെട്ടെന്ന് എത്തി. നമ്മൾ 9:30 സംതിങ് ആണ് നമ്മൾ ഇറങ്ങിയത്. ആൻഡ് നമുക്ക് ഇന്ന് ഇഷ്ടംപോലെ സമയമുണ്ട് ഇതൊരു ചില്ല് ചെയ്യാനും റെസ്റ്റ് എടുക്കാനും ഒക്കെ. പക്ഷെ ഇവിടെ ഫുൾ ഐസാണ്. ടെൻ്റൊക്കെ വെള്ളം കയറിങ്ങാണ്ട് കിടക്കുകയാണ്. അത് സീനാവും. അവരിനി മെയിൻറ്റെയിൻ ചെയ്തങ്ങാണ്ട് തരണം. ലെറ്റ്സ് സീ. എനിവേസ്, വി ആർ അറ്റ് ദ ടോപ്പ് ഓഫ് കേദാർകാന്ത ബേസ് ക്യാമ്പ്. ലാസ്റ്റ് ബേസ് ക്യാമ്പാണ്. ഓക്കെ, നാളെ രാവിലെ വെളുപ്പിനെ നമ്മൾ സബ്മിറ്റ് എയിം ചെയ്ത് പോകും. യെസ്, വി മേഡ് ഇറ്റ്. ലഞ്ച് കഴിക്കാനുള്ള സമയമായി. രാജ്മ ചാവലാണ് കേട്ടോ. പയറ് പുഴുങ്ങി കറിയും പിന്നെ ചോറും. 2 ദിവസം കഴിഞ്ഞാൽ ഇതൊക്കെ മിസ് ചെയ്യും. ഇവിടെ ഇരുന്നൊന്നും കഴിക്കാൻ പറ്റുമല്ലോ. സോ ഇത് മാക്സിമം എൻജോയ് ചെയ്തിട്ട് പോകാമെന്ന് വിചാരിക്കുന്നു. യെസ്. ദാ മഞ്ഞിൻ്റെ നടുക്കിരിക്കുന്ന പച്ച ടെൻറ്റിലാണ് ഇന്ന് ഞാൻ കിടക്കാൻ പോകുന്നത്. മഞ്ഞത്ത് കിടക്കുന്ന ലാസ്റ്റ് ഡേ ആയിരിക്കും ഇന്ന്. അപ്പോൾ ഇതാണ് നമ്മളുടെ കേദാർകാന്ത ബേസ് ക്യാമ്പിലെ കാഴ്ചകളൊക്കെ. ചുറ്റിനും ഇങ്ങനെ അടിപൊളി കാഴ്ചയൊക്കെ കണ്ടുപിടി ഇരിക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പം ടെൻ്റൊക്കെ സെറ്റായി. ഇന്ന് 2 ടെൻറ്റ് തന്നു കേട്ടോ ഞങ്ങൾക്ക് 3 പേർക്ക്. അപ്പം ഞാനൊരു ടെൻറ്റിൽ കിടക്കാനായിട്ടാണ്. കാരണം ഇന്നലെ നല്ല ബുദ്ധിമുട്ടായതുകൊണ്ട് ഉറങ്ങാൻ പറ്റാത്തതുകൊണ്ട് ഇന്ന് ഞങ്ങൾ പറഞ്ഞപ്പോഴത്തേനും ഒരു ടെൻറ്റ് ഞാനങ്ങ് എടുത്തു. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് സെറ്റായിട്ട് ഇപ്പോൾ ഉച്ചയായതേ ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ കിടന്നുറങ്ങിയ സീനാണ്. രാത്രി നമുക്ക് ഉറക്കമേ കിട്ടത്തില്ല. അപ്പോൾ വെറുതെ ഇങ്ങനെ വുഡിൻ്റെ ഇടയ്ക്ക് കുറച്ച് സ്ഥലം കിട്ടിയപ്പോൾ ഇവിടെ വന്ന് ഇങ്ങനെ ചില്ല് ചെയ്തിരിക്കുമ്പം എനിക്ക് കൂട്ടിനായിട്ട് ഒരാൾ വന്ന് കാണിക്കട്ടെ. ഹലോ ഹലോ ഹലോ. എന്താ ഇവിടെ ചെന്നാലും ആരെങ്കിലും ഒക്കെ കാണും. ഇങ്ങനെ കമ്പനിക്ക് വന്നിരിക്കും. പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഫീലാണ് കേട്ടോ. ഭയങ്കര ഹാപ്പിയാണ്. ലൈക്ക് ഒട്ടും ഞാനിങ്ങനെ എക്സ്പെക്റ്റ് ചെയ്തില്ല. ഇത്രയ്ക്ക് ഞാൻ എക്സ്പെക്റ്റ് ചെയ്തേ ഇല്ല. വിത്ത് എക്സ്പെക്റ്റേഷനാണ് ഞാൻ വന്നത്. പക്ഷെ എനിക്ക് ആഗ്രഹിച്ചതിൽ ഒരുപാട് കാണാനും അനുഭവിക്കാനും പറ്റുന്നു. സോ ഹാപ്പി. സോ ഇതാണ് കേട്ടോ നമുക്ക് ഇവർ പ്രൊവൈഡ് ചെയ്ത സ്പൈക്സ്. ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഷൂവിൽ ഇങ്ങനെ ഇട്ടാൽ താഴെ കണ്ടോ നല്ല ഗ്രിപ്പ് കിട്ടും. ഇതുണ്ടോ കൂർത്തിരിക്കുന്ന കാണാം. സോ ദാറ്റ് ഹാർഡ് സ്നോസിലൊക്കെ നമുക്ക് ഗ്രിപ്പ് കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇതുള്ളതുകൊണ്ട് തന്നെ നമ്മൾ വീഴത്തില്ല. നമുക്കിങ്ങനെ വീഴാതെ നടക്കാൻ പറ്റും. അതൊരു ഭയങ്കര ഒരു ഹെൽപ്ഫുള്ളാണ്. ഇത് ഇന്നാണ് ഇട്ടത്. ഇന്നലെ നമുക്കിത് ആവശ്യമില്ലായിരുന്നു. ഇന്നാണല്ലോ ഫുൾ ഐസി കൂടെ നടന്നത്. അന്നേരമാണ് നമ്മളിത് യൂസ് ചെയ്തത്. ഇനി വേറൊരു സാധനം കൂടി ഇവർ തന്നിട്ടുണ്ട്, ഗീസർ. അത് നമ്മൾ ഇങ്ങനെ ഞാനത് കാണിച്ചു തരാം. ഇങ്ങനെ ഫുള്ളായിട്ടൊരു കോട്ടിങ് പോലെ. അതായത് നമ്മളിനിയിപ്പം മുകളിലോട്ടെന്ന് പറഞ്ഞാൽ കണ്ടോ തിക്ക് സ്നോ ആണ്. അപ്പോൾ അത് ഈ ചവിട്ടി വേണം പോകാനായിട്ട്. സോ ദാറ്റ് നമ്മളുടെ ഉള്ളിലേക്ക് സ്നോ കയറാതിരിക്കാൻ, ഷൂവിൻ്റെ ഉള്ളിലേക്ക് സ്നോ കയറാതിരിക്കാൻ ഇങ്ങനെ പാൻറ്റും ഈ ഷൂ ആയിട്ട് ഇങ്ങനെ കവർ ചെയ്യുന്ന ഒരു സാധനമാണ്. സോ അതും നമുക്ക് തന്നിട്ടുണ്ട്. ഇത് രണ്ടും
എക്സ്ട്രാ നമ്മൾ ക്യാഷ് കൊടുക്കുന്നില്ല, ഇവർ തന്നെ എല്ലാവർക്കും പ്രൊവൈഡ് ചെയ്യും ഈ പാക്കേജിനകത്തുള്ളിൽ തന്നെ. സോ യെസ്, ഇതാണ് നമ്മുടെ സാധനം. ഇത് നല്ല രസമുണ്ട് കേട്ടോ. ഐ മീൻ നല്ല സുഖമാണ് ഇതിട്ട് നടക്കുമ്പം. നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ട്, പെട്ടെന്ന് പെട്ടെന്ന് നടക്കാൻ പറ്റും, വീഴത്തില്ലെന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ട്. യെസ്, ഇവൻ സുഖമായിട്ട് ഇതേ കിടന്നുറങ്ങുന്നു. എനിക്ക് സത്യം പറഞ്ഞാൽ ഉറക്കം വരുന്നുണ്ട്. കാരണം ഇന്നലെ രാത്രി ഉറങ്ങാത്തതുകൊണ്ട് ഞാൻ കുറച്ചു നേരം ടെൻറ്റിനുള്ളിൽ വെറുതെ കിടന്നപ്പം ഇങ്ങനെ ഉറങ്ങാനുള്ള ഒരു ഇതുപോലെ വന്നു. അതുകൊണ്ടാണ് ഞാൻ നൈസായിട്ട് പുറത്തിറങ്ങി ഇങ്ങനെ വന്ന് ഒരിടത്ത് സുഖമായിട്ട് ഇങ്ങനെ മഞ്ഞും കണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. കാരണം രാത്രി ഉറങ്ങണം. നാളെ 3 മണിക്ക്, വെളുപ്പിനെ 3 മണിക്ക് സംതിങ് ആണ് നമ്മൾ പീക്കിലേക്ക് പോകുന്നത്. അതാണ് പീക്ക്, നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. അതാ അവിടെ മൗണ്ടനിലാണ് ഏറ്റവും ഹൈ നമ്മുടെ സബ്മിറ്റ് വരുന്നത്. അതുകൊണ്ട് തന്നെ രാത്രിയിൽ എങ്ങനെയെങ്കിലും കുറച്ച് നേരം ഉറങ്ങണം. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇപ്പം കിടന്നുറങ്ങാത്തത്. പിന്നെ ഇതിനിപ്പോൾ നമുക്ക് ഇവിടെ കിടന്നുറങ്ങിയാൽ നമുക്കിനി വീട്ടിൽ ചെന്ന് നാട്ടിൽ ചെന്നൊക്കെ ഉറങ്ങാമല്ലോ. മഞ്ഞ് നമുക്ക് അധികം ദിവസം കാണാൻ പറ്റത്തില്ല. ഇന്നും നാളെയും കൂടെ ഉള്ളൂ മഞ്ഞ് കാണാൻ പറ്റുക. പിന്നെ അങ്ങിങ്ങായിട്ടൊക്കെ കാണാമെങ്കിലും ഇത്രയും സ്നോ ഇനിയിപ്പം വേറൊരു ട്രക്കിങ്ങിനോ അല്ലെങ്കിൽ ഇങ്ങനെ വരേണ്ടി വരും. സോ മാക്സിമം യൂട്ടിലൈസ് ചെയ്തു ഇങ്ങനെ കാണാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇവിടെ വന്ന് ഇരിക്കുകയാണ് ഇങ്ങനെ. വൈകുന്നേരം അതുവഴി എല്ലാം നടക്കാൻ ഇറങ്ങിയപ്പോഴാണ് ഞങ്ങൾ പെട്ടെന്ന് ഓർത്തത് ഇതുവരെ മഞ്ഞത്ത് വന്നിട്ട് മാഗി കഴിച്ചില്ല, അതൊരു വൻ നഷ്ടമല്ലേ. അങ്ങനെ ഞങ്ങളൊരു മാഗി കഴിച്ചു. ഇതുവരെ കഴിച്ച മാഗികളിൽ ഏറ്റവും ടേസ്റ്റി ആയിട്ട് ഫീൽ ചെയ്തൊരു മാഗിയായിരുന്നു ഇത്. അടിപൊളിയായിരുന്നു. കഴിഞ്ഞ വ്ളോഗ് കണ്ടവർക്ക് പരിചയമുള്ളൊരു മുഖമായിരിക്കും ഇത്. നമ്മുടെ ടൈഗറാണ്. ടൈഗർ ശരിക്കും ഞങ്ങളെക്കാളും മുന്നേ കേദാർകാന്ത ബേസ് ക്യാമ്പിൽ എത്തിയെന്ന് തോന്നുന്നു. ഞങ്ങൾ മാഗിയൊക്കെ കഴിച്ച് അതുവഴി നടന്നപ്പോൾ അത് ഒരുത്തൻ ഓടി വരുന്നു മഞ്ഞ് കണ്ടിട്ട്. നമ്മുടെ ജുഡാക്ക തലാബിൽ ഇന്നലെ ഉണ്ടായിരുന്ന ആളാണ് ടൈഗർ. ഇന്ന് ഞങ്ങൾ വരുന്നതിലും മുന്നേ അവനിവിടെ എത്തി. പിന്നെ കുറേ നേരം ടൈഗറുമായിട്ട് കളിച്ച് മഞ്ഞത്തൊക്കെ അങ്ങനെ നടക്കുകയായിരുന്നു ഞങ്ങളുടെ പണി. മഞ്ഞിൽ കൂടെയുള്ള ഫോട്ടോസും വീഡിയോസും ഒക്കെ മതിയാവോളം എടുത്തതിന് ശേഷം ടൈഗറുമായിട്ടും കുറേ നേരം കളിച്ചിട്ട് വീണ്ടും കറങ്ങി തിരിഞ്ഞ് ഞങ്ങൾ ഞങ്ങളുടെ ക്യാമ്പിൽ തന്നെ വന്നു. അതിൻ്റെ തൊട്ടടുത്തായിട്ട് മരങ്ങളുടെ ഇടയിൽ ഇങ്ങനെ ഇരുന്ന ചുറ്റിനുമുള്ള മഞ്ഞും മലകളും ഒക്കെ കണ്ട് ആസ്വദിച്ചിരിക്കാൻ പറ്റുമായിരുന്നു. അങ്ങനെ എൻജോയ് ചെയ്ത് അവിടെ കുറേ നേരം ഇരിക്കുകയാണ്. മഞ്ഞിൻ്റെ ഇടയിൽ നിന്നുള്ള ഒരു സൺസെറ്റ് ഇത് ഫസ്റ്റ് ടൈമാണ് കേട്ടോ. എന്ത് ഭംഗിയാന്ന് നോക്കിയേ. ഓ മൈ ഗോഡ്, ഒന്നും പറയാനില്ല. മാജിക്കൽ. അങ്ങനെ ഒരു മാജിക്കൽ വ്യൂയോടുകൂടി ഇന്നത്തെ ഡേ ഇവിടെ എൻഡ് ചെയ്യാണ്. രാത്രി ഡിന്നറും കഴിച്ച് കിടക്കാനുള്ള പരിശ്രമത്തിലേക്ക് ഇനി പോവുകയാണ്. അപ്പം നാളെ നമുക്ക് സബ്മിറ്റ് ഡേയിലെ വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം.